കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊട്ടാരക്കര റീജിയണലിലെ ഓഫീസിൻ്റെ മുന്നിലാണ്. ഇവിടുത്തെ ജീവനക്കാർ അവരുടെ പലവിധമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലവിധമായ കാര്യങ്ങൾ ഉന്നയിച്ച് അവർ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് നമുക്ക് കാണാം. ബംഗാളിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ ഈ പ്രസ്ഥാനം ദശാബ്ദങ്ങൾ പിന്നിട്ട് വിജയ ചെങ്കൊടി പാറിച്ച് ഒന്നിച്ചൊന്നായി മുന്നേറുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും നമ്മൾ ഇതുപോലെ ഒരു ധർണയുമായി കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ മാനേജ്മെന്റിന്റെ കാത് തുറപ്പിക്കുവാൻ വേണ്ടി ഘോരഘോര മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി RLCയിൽ തുടർമാനമായ ചർച്ചകൾ നടക്കുകയും നമ്മളുടെ വിഷയം പരിഹരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തു. അതിൻ പ്രകാരം നമ്മുടെ 2.5 വർഷം മുമ്പ് MBSF സമരകാലത്ത് പ്രതികാരപരമായി സ്ഥലമാറ്റം ചെയ്യപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് കേവലം ഭയപ്പെടുത്തുവാനും ഭീഷണി മൂലം ജീവനക്കാരെ വരുതിക്ക് നിർത്തുവാനുമുള്ള ഉദ്ദേശത്തോടുകൂടി സ്ഥലം മാറ്റപ്പെട്ട ശ്രീ ലാലു 2.5 വർഷത്തിന് ശേഷം തിരികെ കടയ്ക്കൽ, നമ്മൾ ചോദിച്ച ബ്രാഞ്ചല്ല എന്നിട്ടും തന്നത്, 2.5 വർഷത്തിന് ശേഷം കടയ്ക്കലേക്ക് പോകുവാനുള്ള ഓർഡർ ഉത്തരവിട്ടു. അദ്ദേഹത്തിന് പകരം പോകേണ്ടത് കേവലം ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ 2 ട്രാൻസ്ഫറിൽ തീരാവുന്ന വിഷയം കറക്കി നിരവധി ട്രാൻസ്ഫറുകളാക്കി മുഴുവൻ സമാധാനവും, അതായത് ഇന്ന് നമ്മുടെ SBIയിലെ ഈ റീജിയനിലുള്ള എല്ലാവിധ തൊഴിൽ അന്തരീക്ഷത്തെയും കലുഷിതമാക്കിക്കൊണ്ട് ഒരു പ്രതികാര നടപടിയുമായി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തി തങ്ങളുടെ അജണ്ട നടപ്പാക്കാമെന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നിന്നു തരുവാൻ ഈ സംഘടന തയ്യാറല്ല. ഞങ്ങൾ ഭയപ്പെടുത്തുക എന്നുള്ളത്, ഞങ്ങൾ നിയമത്തെ ബഹുമാനിക്കുന്നു, ബാങ്കിനെ സ്നേഹിക്കുന്നു, ഇടപാടുകാരെ അങ്ങേയറ്റം ഞങ്ങളുടെ സ്വന്തം പ്രാണനെ പോലെ ഇടപാടുകൾ നൽകുന്നു. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ നിയമത്തിന് കീഴ്പ്പെടും, ബാങ്കിന് വിധേയപ്പെടും. പക്ഷേ ഈ ഭീഷണിക്ക് വിധേയപ്പെടുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞങ്ങൾ ഉറച്ചു പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യക്കാരെ തന്നെ ഇത് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്വതന്ത്രരല്ല, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ അടിമകളാണെന്ന് ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും പറയുവാൻ അവർ വിവിധതരമായ മാർഗങ്ങൾ ഉപയോഗിച്ചു. ഉപ്പ് സത്യാഗ്രഹം, ചർക്ക, അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇന്ന് SBIയിൽ ഇതേ കാര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾ അടിമകളാണ്, നിങ്ങളെ മാനേജ്മെന്റ് ഭയപ്പെടുത്തുകയാണെന്നുള്ളത് ബഹുഭൂരിപക്ഷം ജീവനക്കാർക്കും അറിയില്ല. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യമായി വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഉറച്ചു പ്രഖ്യാപിക്കുകയാണ്, ഈ ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങുകയില്ല. ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെയുള്ളവരെ എത്ര ദൂരേക്ക് സ്ഥലം മാറ്റിയാലും ആർക്കും പ്രശ്നമില്ല. പക്ഷെ അത് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ സിസ്റ്റം അല്ലെങ്കിൽ ബാങ്കിന്റെ നിയമങ്ങൾ സ്ഥലം മാറ്റിയാൽ ഞങ്ങൾ വിധേയപ്പെടും. പക്ഷെ കേവലം 2-3 പേർ, ഞാനും സുഭദ്ര തമ്പുരാട്ടി, അപ്പൻ തമ്പുരാനും കൂടി ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നീക്കമെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ചെറുക്കും ബഹുജന സംഘടനകളെ കൂടെ ചേർത്ത് നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകിയേ മതിയാകും. പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സമരമുഖത്ത് നിൽക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ഈ നമ്മുടെ ധർണ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുവാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഞങ്ങളുടെ എല്ലാ ബാങ്ക് ജീവനക്കാർക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തു. നമ്മുടെ ബാങ്ക് വൈസ് യൂണിയന്റെ വിവിധ നേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. AKBFന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ നവീൻ സാറുണ്ട്. നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ അനിൽ സാറുണ്ട്. പിങ്കി മാഡം ഉണ്ട്. പിന്നെ കേരള ബാങ്കിന്റെ സമുന്നതനായ നേതാവ് നന്ദകുമാർ സാറുണ്ട്. അങ്ങനെ മറ്റ് ഫെഡറൽ ബാങ്കിൽ നിന്നും ഈ കാനറ ബാങ്കിൽ നിന്നും എല്ലാം കടന്നു വന്ന എല്ലാ സഹാക്കൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. വളരെ ഔപചാരികമായിട്ടാണ് ഇത്തരത്തിലൊരു സംഘടനയുടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇടയായത്. ഞാനും ബാങ്കും തമ്മിലുള്ള ബന്ധം, ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ സംഘടനയുടെ റീജിയണൽ സെക്രട്ടറിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ
നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായി വിവരിച്ചപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ കടന്നു വന്നത്. തീർച്ചയായിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനം SBIയെ സംബന്ധിച്ചും ഇതിൻ്റെ പൂർവിക രൂപമായ SBTയെ സംബന്ധിച്ചുമൊക്കെ നമുക്കുള്ള കൺസെപ്റ്റ്, പ്രത്യേകിച്ച് സാധാരണക്കാരുള്ള കൺസെപ്റ്റ്, അതിന് നേരെ ഘടകവിരുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് ശ്രീ ടോമുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 28ഓളം ബാങ്കുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 9ഓളം ബാങ്കുകളിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു. ഇനി അത് 3 ബാങ്ക് മതി എന്ന് കേന്ദ്ര സർക്കാർ തെറ്റൂരം ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ രാജ്യത്ത് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാലാകാലങ്ങളായി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുള്ള ബാങ്കിങ് മേഖലയിലെ വിപ്ലവകരമായ മാറ്റത്തിൽ തുടങ്ങി ഇന്നിപ്പോൾ വന്നെത്തി നിൽക്കുന്ന ഈ ബാങ്കുകളുടെ സംയോജനം, അത് ബാങ്കിങ് മേഖലയിലുള്ളവരെ മാത്രമല്ല സാധാരണക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയേണ്ടതില്ല. ഇവിടെ SBIയൊക്കെ നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ സ്വന്തം ബാങ്കായിട്ടാണ്, മലയാളികളുടെ സ്വന്തം ബാങ്കായി കണ്ടിരുന്ന സ്ഥാനത്ത് അത് ലയനത്തിന് ശേഷമാണ് നമുക്ക് അന്യം നിന്നായി പതിയെ പതിയെ തോന്നലുണ്ടായി തുടങ്ങിയത്. ഇത്തരത്തിൽ അകാരണമായ ട്രാൻസ്ഫറുകൾ നടപ്പിലാക്കുകയും ചെയ്ത ജനവിരുദ്ധ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരായിട്ടാണ് ഈ ധർണ. കടയ്ക്കൽ നിന്നും ഒരാളെ തെന്മലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അയാളെ പനച്ചവള ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം പനച്ചവള ബ്രാഞ്ചിൽ നിന്നും ഒരാളെ കരവാളൂരിലേക്ക് മാറ്റിയ ശേഷം കരവാളൂരിൽ നിന്നും പുന്നലയിലേക്ക് മാറ്റിയ ശേഷം പുന്നലയിൽ നിന്നും ഒരാളെ തെന്മലയിലേക്ക് മാറ്റണമെന്നൊക്കെ കേൾക്കുന്നത് ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു തുഗ്ലക്ക് പരിഷ്കാരം ഇത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതായാലും ആരുടെ തലയിൽ ഉദിച്ചതിലായാലും അവർക്ക് നെല്ലിക്കാത്തളം വെക്കാൻ സമയമായി എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളൂ. ഇവിടെ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ മുദ്രാവാക്യത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നു, ട്രാൻസ്ഫറുകളെ സംബന്ധിച്ച് ഒരു മാനദണ്ഡമുണ്ട്. അത് ഏത് ജീവനക്കാർക്കായാലും ഏത് സ്ഥാപനത്തിലായാലും ട്രാൻസ്ഫർ സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ആ മാനദണ്ഡത്തിൽ അധിഷ്ഠിതമായ ട്രാൻസ്ഫറുകൾ നടത്തണം. ഈ ട്രാൻസ്ഫർ നടത്തുമ്പോൾ അതിന് സമയപരിധി ഉണ്ടാകണം. പ്രത്യേകിച്ച് അക്കാഡമിക് വർഷങ്ങളുടെ മിഡിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് എന്നേക്കാൾ നന്നായി അറിയാവുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് ഒരു മാനദണ്ഡം ഉണ്ടാകണം, അല്ലെങ്കിൽ ഉള്ള മാനദണ്ഡം പരിപൂർണമായി പാലിക്കപ്പെടണം. ജീവനക്കാർക്ക് അന്തസ്സായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. സാധാരണക്കാരുമായി ബാങ്കുകളുടെ പ്രത്യേകിച്ച് SBIയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ആ ഇടപാടുകാരുമായി സൗഹൃദമായ അന്തരീക്ഷത്തിൽ നടത്തുവാനുള്ള സാവകാശം ഉണ്ടാകണം, സാഹചര്യം ഉണ്ടാകണം. ഉൾപ്പെടെ കാതലായ വളരെ സുതാര്യമായ ചില ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താൻ പോലും അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ രാജ്യത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇവിടെ റീജിയണൽ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ ധർണ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം DGMുമായി ഒരു ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. അപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുകയും അവരുടെ മുന്നിൽ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ചർച്ചകളെ തുടർന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ DGMുമായി ഒരു ചർച്ചയ്ക്ക് ഈ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ ഭാരവാഹികൾ തയ്യാറായിട്ടും DGM സമയം കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ പൊതുമേഖലയെ സംബന്ധിച്ച് നല്ല ബോധ്യമില്ലാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരനായിരിക്കും DGM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അത് കേൾക്കുവാനും അതിൽ തീരുമാനമെടുക്കുവാനും മാനേജ്മെന്റിന് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഈ സംസ്ഥാനത്തിന്റെ കൾച്ചർ പതിയെ പതിയെ മാറിയത് ഈ ബാങ്കുകളുടെ ലയനത്തിന് ശേഷമാണ് എന്ന് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനോട് പറയാനുള്ളത്, സമയബന്ധിതമായി ചർച്ച നടത്തി ജീവനക്കാരുടെ സംഘടനകൾ സ്വാഭാവികമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അതിനെ സംബന്ധിച്ച് ന്യായമായി ചർച്ച നടത്തി
അതിന്മേൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഉൾക്കൊള്ളുകയും നിയമപ്രകാരം ചെയ്യേണ്ടത് നിയമപ്രകാരം ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലെങ്കിൽ ജീവനക്കാരുടെ സമരത്തിന്റെ ചൂട് ഇനിയും അറിയേണ്ടി വരും. എണ്ണം നോക്കിയല്ല നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ നോക്കിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ജീവനക്കാരുടെ മാത്രമല്ല, ഇവിടെ എംപ്ലോയീസ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് ബാങ്കിങ്ങിന്റെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. വെറുതെ ഒരാളുടെ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരാളുടെ സസ്പെൻഷനെ സംബന്ധിച്ചോ മാത്രമല്ല, കാതലായ മാറ്റങ്ങൾ ഈ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടാകേണ്ടതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘടനാ സമരവുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുവാൻ ഇതിന്റെ മാനേജ്മെന്റ് തയ്യാറാകണം. മാനേജ്മെന്റിനെ വിടുപണി ചെയ്യുന്നവരോട് നല്ല നമസ്കാരം മാത്രമേ പറയുവാനുള്ളൂ. ഇവിടെ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ നേതാക്കന്മാർ, അവർക്ക് പിന്തുണ നൽകുന്ന ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ കൂട്ടധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ HR മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വെറും ഒരു വ്യാമോഹം മാത്രമാണ്. നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ട ഒരു ധനമാണ്. അതിനെ മാനേജ് ചെയ്യുന്നതിന് വിവരമുള്ളവർ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈയാളേണ്ടതുണ്ട്. അതിനു പകരം ആർക്കും എന്തും തോന്നിയത് ചെയ്യാം എന്ന് കരുതി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് പേക്കൂത്തും കാണിച്ചാൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ആയില്ല. ഈ സമരത്തിൽ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മാത്രമല്ല, ഈ നാട്ടിലെ യുവജന പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ ബാങ്ക് എംപ്ലോയീസിൻ്റെ ഏറ്റവും വലിയ സംഘടനയായ AIBയും അതിലെ ഓരോ അംഗങ്ങളും സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസിനോടൊപ്പമുണ്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടധർണയ്ക്കുള്ള അല്ലെങ്കിൽ ഈ സായാഹ്ന ധർണയ്ക്കുള്ള AKBF കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. കേരള ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന RBIയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് കേരള ബാങ്ക്. കഴിഞ്ഞ 10-11 ദിവസങ്ങളിൽ കണ്ണൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കേരള ബാങ്ക് കോൺഗ്രസ് AIBയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായി ആ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ നേരെ ബാങ്കിൽ പുത്തൂർ ഈവനിംഗ് ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്ന ഞാൻ അവിടെ വന്ന് ഒരു മണിക്കൂറോളം നേരം ക്യാഷിൽ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത് തൊട്ട് വേറൊരു ബ്രാഞ്ചിലേക്ക്, വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ള പേരിൽ. അവിടെ നിന്ന് ഒരാൾ വന്ന് ഈ ബ്രാഞ്ചിൽ വന്ന് ചാർജ് എടുത്തു. യഥാർത്ഥത്തിൽ ആ ബ്രാഞ്ചിൽ ആളിൻ്റെ ആവശ്യമില്ല, ഈ ബ്രാഞ്ചിലും ആളിൻ്റെ ആവശ്യമില്ല. ഞാനന്ന് വൈസ് പ്രസിഡന്റ് ആയതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസമുള്ള ചരിത്രമാണ്. അത് കഴിഞ്ഞ് എന്നെ 2 ദിവസം കഴിഞ്ഞ് കൊട്ടാരക്കരയിലേക്ക് മാറ്റി. ഇപ്പോൾ 2-3 ട്രാൻസ്ഫർ. ഇപ്പം ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ പരിപാടിക്ക് വരുന്നത്. കാരണം ഞാൻ ബഹുമാനപ്പെട്ട കേരള ബാങ്കിന്റെ പ്രീതമെന്ന് ചോദിച്ചു എന്നെ മാറ്റിയത് എന്തിനാണ് സാർ, ട്രാൻസ്ഫർ നോംസ് ഇല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് എന്തുവാന്ന് അറിഞ്ഞുകൂടാ. CGMോട് ഞാൻ ചോദിച്ചു എന്തിനാണ് സാർ എന്നെ മാറ്റിയത്, ഇത് ഞാനൊരു ഭാരവാഹിത്വം സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹിത്വം കിട്ടിയപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനും അറിയത്തില്ല എന്തിനാണ് മാറ്റിയതെന്ന്. അപ്പം ഏതെങ്കിലും എതിരായിട്ടുള്ള സംഘടനകൾ പറയുന്നത് കേട്ട് യാതൊരുവിധ ട്രാൻസ്ഫർ നോംസും പാലിക്കാതെ ചെയ്യുന്ന മാനേജ്മെന്റാണ് ഞങ്ങളൊരു മാനേജ്മെന്റ് എന്നാണ് ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ വന്നത്. അപ്പം ഇന്നലെ ഈ മേഡമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ സ്ഥിതി ഇത് തന്നെയാണ്. അനധികൃതമായ ട്രാൻസ്ഫറുകൾ SBI സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ കരുത്തുറ്റ ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉടമസ്ഥ അതിനുള്ള യഥാർത്ഥത്തിൽ അതിനുള്ള ഉത്തരവാദിത്വം മാനേജ്മെന്റാണ്. എനിക്കിതേ പറയാനുള്ളൂ. കഴിഞ്ഞ സമരത്തിൽ ഇവിടെ നോക്കുമ്പോൾ കുറെ ആളുകൾ അവിടെ ഇങ്ങനെ ജനൽ തുറന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രഖ്യാപിച്ച സമരം നടത്തിയപ്പോൾ അതിന് മുന്നോടിയായിട്ട് ധർണ നടത്തിയപ്പോൾ അതിന് മുന്നോടിയായിട്ട് സോഷ്യൽ മീഡിയ പോളിസിയൊക്കെ പറഞ്ഞുകൊണ്ട് യൂണിയന്റെ സ്റ്റാറ്റസ് ഇടരുതെന്നും പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടാൻ കുറച്ച് ആളുകൾ ശ്രമിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ട്രംപിന്റെ നയമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുടിയേറ്റക്കാരെ കയറ്റുകയില്ല എന്ന് പറഞ്ഞ കണക്ക് ചീള നടത്തി പേടിപ്പിച്ച് AIB ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനെ SBIയിൽ തൂത്തറയ്ക്കുന്നതാണ് നിങ്ങളുടെ മോഹമെങ്കിൽ ആ ഒളിച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആ മറ മാറ്റി താഴേക്ക് ഇറങ്ങി വന്ന് കൊട്ടിയടച്ചിരിക്കുന്ന ചെവി തുറന്ന് കേൾക്കുക. ഞങ്ങൾ ഇവിടെ തന്നെ കാണും, എങ്ങും പോയില്ല. കൃത്യമായി ഞാൻ നോക്കി, ഇപ്പൊ ഇവിടെ ആരെയും കാണുന്നില്ല തോന്നുന്നു. കൃത്യമായി പറയുന്നു, ആ ഫോട്ടോ എടുക്കാൻ നിർത്തിയിരിക്കുന്ന ആളുകൾ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കുക. ഞങ്ങൾ ഇവിടെ തന്നെ കാണും, എങ്ങും പോലെ. കാരണം ഞങ്ങളെ നയിക്കുന്ന ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനാണ്.
സ്ഥാപനത്തിന്റെ എനിക്ക് ഇവിടുത്തെ HR മാനോട് പറയാനുള്ളതും HR ഫംഗ്ഷൻ നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപനത്തിന്റെ HR ഫംഗ്ഷണറി എന്ന് പറയുന്നത് HR ഫംഗ്ഷൻ നന്നായിരുന്നാൽ സ്ഥാപനം നല്ലതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടാണ് സെക്കൻഡ് ക്വാർട്ടറിൽ SBIയുടെ റിസൾട്ട്. സെക്കൻഡ് ക്വാർട്ടറിൽ SBI എന്ന് പറയുന്നത് 20,000 ശതമാനം കോടി രൂപയാണ് ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലായിട്ട് കണക്കാക്കുമ്പോൾ 18,000 ശതമാനം കോടിയായിരുന്നു. ഈ 20,000 ശതമാനം കോടി എന്ന് പറയുന്ന ഒരു CPM ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ? ഇവിടുത്തെ HR ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ? DGM ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ? ഈ ലാഭം എന്ന് പറയുന്നത് അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അഹോരാത്രം പണിയെടുത്തുണ്ടാക്കുന്നതാണ്. നമ്മൾ ഓരോ മീറ്റിംഗ് വിളിച്ചു കൂട്ടി സോപ്പ് കൂട്ടി കൊടുത്തോ ഹൗസ് ബോട്ടിൽ പോയോ ഒന്നും അല്ല ലാഭം കൂട്ടുന്നത്. മറിച്ച് ജീവനക്കാരുടെ ന്യായപ്പെട്ട അവകാശങ്ങൾ കേട്ട് പെർഫോം ചെയ്യുന്നവർക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ അവരുടെ കുടുംബത്തെ സന്തുലനം ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ്. 2.5 വർഷം ഒരാൾ അന്യായമായി സ്ഥലം മാറ്റി എന്താണ് ന്യായം? അയാൾ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിന് വിധേയമായോ? അയാൾ എന്താ ചെയ്തത്? അയാൾ വിശ്വസിക്കുന്ന സംഘടന പറഞ്ഞ പ്രകാരം ഒരു സമരത്തിന് നമ്മുടെ ന്യായമല്ലേ നമ്മൾ വിശ്വസിക്കുന്ന സംഘടന ഒരു സമരം ആഹ്വാനം ചെയ്ത് പോകാന്നുള്ളത്? നമ്മുടെ അനുഭവം ഇടാനാണോ നമ്മൾ സമരം ചെയ്തത്? ബാങ്ക് ആർക്കാനാണോ നമ്മൾ സമരം ചെയ്തത്? ബാങ്കിന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ സമരം ചെയ്യുന്നത്? അന്യായമായി MBSF വന്നപ്പോൾ അതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്തത്. ബാങ്കിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം രാത്രി 8 മണിയായാൽ SBI അടക്കമുള്ള ഞങ്ങളുടെ അടക്കമുള്ള എല്ലാ ബാങ്കുകളും 8 മണിയായാൽ പോലും വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവനക്കാർ ജോലി ചെയ്യുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാനേജ്മെന്റ് മുന്നിട്ടിറങ്ങിയാൽ അതിന് ശക്തമായ രീതിയിൽ ABIക്ക് പ്രതിഷേധിക്കേണ്ടി വരുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള വികല നയങ്ങൾ നയിക്കുന്ന ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ ഭാഗമായിട്ട് നിന്നാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ എന്ത് അതോറിറ്റിയാണ് ഈ വ്യക്തിക്കുള്ളത്? ഇത്തരത്തിൽ വിവേചനപരമായി നടത്തിയിരിക്കുന്ന വിഷയം അത് ബാങ്ക് അന്വേഷിക്കണം, കോർപ്പറേറ്റ് സെന്റർ അതിനെ അന്വേഷിക്കണം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കൊടുക്കാൻ ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഈ സമരത്തോടുകൂടി സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. 12-ാം തീയതി AO കൊല്ലത്തിന് മുമ്പിൽ അതിഗംഭീരമായ ധർണ പ്രഖ്യാപിക്കും. ഒരു ട്രേഡ് യൂണിയന്റെ അവകാശത്തെ മാനിക്കണം, ചർച്ചയ്ക്ക് തയ്യാറാകണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വനിതാ സഖാക്കളെ, വനിതാ ജീവനക്കാരെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് അങ്ങ് ഭയപ്പെടുത്തി കളയാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ടത് അവര് പാലൂട്ടി വളർത്തിയ സംഘടനയുടെ അംഗങ്ങളല്ല, മറിച്ച് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ ശക്തമായ കുടക്കീഴിൽ നിൽക്കുന്ന അംഗങ്ങളാണ്. ഈ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന വനിതാ ജീവനക്കാരാണ്. കേന്ദ്ര ഗവൺമെന്റ് പോലും വനിതകളെ സംരക്ഷിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കിന്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഇത്തിൽ കണ്ണം അതിനെ മാനിക്കുന്നില്ല എങ്കിൽ വളരെ ഗംഭീരമായ രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കണം. ഇവിടെ MBSF കാലഘട്ടത്ത് 7 വനിതാ ജീവനക്കാരെ സ്ഥലം മാറ്റി അന്യായമായി. അതിനെ സംഘടനയ്ക്ക് മുന്നിട്ടിറങ്ങേണ്ടി വന്നില്ല. ഇവിടുത്തെ വനിതാ ജീവനക്കാർ അതിനെ കൈകാര്യം ചെയ്തു. മൂടിക്കെട്ടിയുള്ള പ്രതിഷേധത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നേരത്തിൽ മാറ്റം വന്നു. 7 പേരുടെ സ്ഥലം മാറ്റം റദ്ദാക്കി. കൊട്ടാരക്കര നമുക്കറിയാം, ലയനാനന്തരം നടന്ന അന്യായമായ സ്ഥലമാറ്റങ്ങൾ നമ്മൾ അതിനെ പ്രതിഷേധിച്ച് നേടിയതാണ്. അന്ന് മുതൽ ഇവിടെ പ്രശ്നങ്ങളില്ലാതെ പോയപ്പോൾ ഇവിടെ ഒരു പുത്തൻ വന്നിട്ട് അധികാരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തും ചെയ്യാമെന്നാണ് കരുതുന്നെങ്കിൽ അതിന് ശക്തമായ മറുപടി കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ബാങ്ക് ലാഭമുണ്ടാക്കി മുന്നോട്ട് പോകുന്നു. ഒരു ഉദ്യോഗസ്ഥൻ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാകുന്നത് അവന് ആദ്യം മനുഷ്യനാകണം. ആ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നത്. റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ തെരുവിലിറങ്ങി നടക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളും ഇടപാടുകാരും ചോദിക്കും, താൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം അവിടെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. തൊഴിലാളി എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേറ്റർ ആണ്, അവൻ അടിമയല്ല. അത് മനസ്സിലാക്കാൻ വെറുതെ ഒരു ബാങ്ക് ലാഭം ഉണ്ടാക്കില്ല. അപ്പോ അത് മനസ്സിലാക്കുന്ന തരത്തിൽ അധികാരികൾ ചർച്ച ചെയ്യാൻ തയ്യാറാകണം. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ പ്രതിഷേധിക്കുന്നവർ ശബ്ദമടക്കാൻ ഇത്തരത്തിൽ സ്ഥലം മാറ്റങ്ങൾ കണ്ടിന്യൂസ് നടത്തി ഭയപ്പെടുത്താമെന്നാണ് കരുതുന്നതെങ്കിൽ അതില് ഇന്നു മുതൽ ഈ സമരം അതിശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നിയമ നടപടികളുമായിട്ട് സംഘടന മുന്നോട്ട് പോവുകയാണ്. 12-ാം തീയതി ധർണയ്ക്ക് ശേഷം വളരെ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ AIBയുടെ പിന്തുണയോടുകൂടി അതിശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് AKBFന്റെ പിന്തുണയുണ്ട്. ഇതിന് തിരുത്താൻ മാനേജ്മെന്റ് തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
നമ്മൾ ഒട്ടും പിറകിലല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സംഘടനയിൽ ഈ ബാങ്കിൻ്റെ ഉള്ളിൽ വളർന്നു വരാനുള്ളൊരു അവസരം നൽകുകയാണ് അവരുടെ ലക്ഷ്യമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സമരങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് ഇനിയും ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ടില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി നമ്മുടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല അവർക്ക് ഈ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. SBI മാനേജ്മെന്റ് നീതി പാലിക്കുക. സുതാര്യമാക്കുക. SBI അംഗങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക. തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുക. ജീവനക്കാരുടെ അവകാശങ്ങൾ മാനിക്കുക. വനിതാ ജീവനക്കാരെ മാനിക്കുക. സുരക്ഷ ഉറപ്പുവരുത്തുക. RLC ധാരണ മാനിക്കുക. തൊഴിൽ വിരുദ്ധ നിയമ നടപടികൾ നിർത്തിവെക്കുക. മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക. അധികാരത്തിൽ മട്ടുപിടിച്ച്